യേശു തമ്പുരാനേ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ വിശുദ്ധ ശബദിൻ്റെ പ്രഭാതയാമത്തെങ്കിൽ ഇപ്രകാരം പ്രഭാത ജാഗരണമായി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കാൻ കൃപയൊരുക്കിയ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിലെ ചിന്താവിഷയം യേശുവിനോട് അടുത്തിരിക്കുക, യേശുവിനെ പോലെ ആകുക എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം സങ്കീർത്തനം 16-11 വാക്യമാണ്. ജീവൻ്റെ വഴി അവിടുന്ന് എനിക്ക് കാണിച്ചു തരും, അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട് എന്ന ദാവീദിൻ്റെ സങ്കീർത്തനമാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകം ഒരു വിദ്യാലയം പോലെയാണ്. കാരണം ഇവിടെ അച്ചടക്കത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും ആയ കളരിയിൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗരാജ്യത്തേക്കുള്ളതായ ആ പടിക്കെട്ട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെതായ ആ പൂർത്തീകരണം നാം ഇവിടെ അത് പൂർണ്ണമായി പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ മുൻനിർത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ചില ശീലങ്ങൾ, ചില ക്രിസ്തീയ ശീലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നതായ ആ ഉറപ്പിൻ്റെ അടിസ്ഥാനം നാം ഇവിടെ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പാപം എന്ന കൽപ്പനാ ലംഘനമായ അനുഭവം ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലും അത് പിടിമുറുക്കിയിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അത് എല്ലാ തലങ്ങളിലും അത് എത്രത്തോളം ആഴമായി നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ അതിൻ്റെ ശ്രേണിയെ തകർക്കത്തക്ക വിധം വിവിധ പരിവേഷങ്ങളിൽ ഇന്ന് ലോകത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ചുള്ളതായ ആഴമായ ഗഹനം, വേദപുസ്തകത്തെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് അതിജീവിക്കേണ്ട കോണം കഴിയുള്ളൂ. കാരണം ശത്രു കൊണ്ടുവരുന്നതായ പരീക്ഷണം അത് പാപത്തിലേക്ക് നയിക്കപ്പെടുകയാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ പരിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. കാരണം അത് പാപമെന്ന് തോന്നിക്കാത്ത വിധത്തിൽ വളരെ തന്ത്രപരമായി ആ ശത്രു എന്ത് ചെയ്യുന്നു, ഹൃദയങ്ങളിൽ കൽപ്പനാ ലംഘനമായ പാപത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് ഏറ്റവും മൂർധന്യ ഭാവത്തെ നിന്നുകൊണ്ടാണ് ലോകം മുന്നോട്ട് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് 2 വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുള്ളത്. ഒന്ന്, ദൈവത്തെ പൂർണ്ണ ഹൃദയമായിട്ടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കുന്ന ഒരു വിഭാഗം. മറിച്ച് ആ അവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കാണപ്പെടുന്നതായ മറുവിഭാഗം. ആയതിനാൽ ഈ വിശ്വാസത്തിൻ്റെ ശ്രേണി, പ്രത്യേകിച്ച് നാം ഒരുക്ക ദിവസത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ദിവസത്തിൻ്റെ മണിക്കൂറിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത എന്ത് എന്ന് നാം ഗ്രഹിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദപുസ്തകത്തിലുള്ളതായ പരിജ്ഞാനം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പരിജ്ഞാനം നമുക്ക് അത്യന്താപേക്ഷിതം. അതുകൊണ്ടാണ് ഈ അനുഭവം നമ്മുടെ ഹൃദയങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളെ ദൈവം നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് അതിനെ പൂർണ്ണമായി നാം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു നമ്മുടെ സഹജീവിയെയും വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിക്കുന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അവരെ വഴിതിരിച്ചു വിടുന്നതിലോ മറ്റൊന്നും നാം എന്ത് ചെയ്യാൻ പാടില്ല, അതിലേക്ക് പ്രവേശിക്കുവാനോ ചിന്തിക്കുവാനോ പാടില്ല എന്ന് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ശേഷം ഏവരും കാണുക ക്രിസ്തു ക്രൂശിതനായി ഉയർക്കപ്പെട്ട് മരണത്തെ ജയിച്ചുകൊണ്ട് ഉയർക്കപ്പെട്ട് ഒരു നിത്യരക്ഷയുടെ അനുഭവം നമുക്കേവർക്കും നൽകിയിരിക്കെ ആ രക്ഷയിൽ നാം നിൽക്കുക എന്നുള്ളതായൊരു ശ്രേഷ്ഠകരമായ ഒരു അനുഭവവും ഇവിടെ വിളിച്ചോതുകയാണ്. അതുകൊണ്ട് ഇവിടെ ക്രിസ്തുവിൻ്റെ വഴി നമ്മുടെ വാക്കുകളിലും പ്രവർത്തികളിലും നാം എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുമ്പായി, പ്രവർത്തിക്കുന്നതിന് മുമ്പായി, സംസാരിക്കും മുമ്പായി ഞാൻ ഈ ചെയ്യുന്നത് അത് ക്രിസ്തുവിൻ്റെ വഴിയാണോ എന്ന് ഹൃദയത്തിൽ എന്ത് ചെയ്യണം,
ചിന്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാപം അതിൻ്റെ എല്ലാ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് എത്രത്തോളം നാം ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ആ തലവാചകം തന്നെ പറയുന്നത് യേശുവിങ്കിലേക്ക് അടുത്ത് ചെല്ലുവാനാണ് പറയും. എങ്കിൽ മാത്രമേ പാപത്തെക്കുറിച്ചുള്ള ബോധം, പാപത്തെ അതിജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ക്രിസ്തുവിങ്കിലേക്ക് അടുത്ത് ചെല്ലുവാനും ക്രിസ്തുവുമായുള്ള ആത്മബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ വചനത്തിൽ നിലനിൽക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നമുക്ക് ഏവർക്കും ഈ വിശുദ്ധ ദിവസത്തിൽ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാത ജാഗ്രതയിൽ നിന്ന് വിട പറയുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നന്ദിയോടെ സ്തോത്രം. വിശുദ്ധ ശബദിൻ്റെ അനുഭവത്തെങ്കിൽ, അങ്ങയുടെ തിരുസന്നിധിയെങ്കിൽ യേശുവിനോട് അടുത്ത് ചെല്ലുക, അപ്രകാരം യേശുവിനെ പോലെ ആകുക എന്നൊരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. ഈ തിരുവചനങ്ങളെയും ഞങ്ങൾ ചിന്തിച്ച ഭാഗങ്ങളെയും ഞങ്ങൾക്കായി അനുഗ്രഹിക്കണം. ഇതിനെ ഭാഗവാക്കായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അതിനായി ഒരുക്കണം. ഈ വിശുദ്ധ ശബദിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ അങ്ങയെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ളതായ വ്യാപ്തി, അവിടുത്തെ കൽപ്പനയെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം ഇവ പ്രാപിച്ചുകൊണ്ട് പാപത്തെ തിരിച്ചറിയുവാനും പാപത്തെ എതിർത്ത് നിൽക്കുവാനും അവിടുത്തെ കരുണയും കടാക്ഷം ഞങ്ങൾക്ക് ഏവർക്കും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിങ്കിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുത്തെ ദയമൂലം കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം.